നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശനിയാഴ്ച നമ്മുടെ കലയരങ്ങിൻ്റെ ദിവസം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാചകക്കുറിപ്പ് തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരും. എന്തെങ്കിലും ഒന്ന് ഒരു പാചകം അവതരിപ്പിക്കണം എന്ന് എനിക്കൊരു മോഹം, അത്രേ ഉള്ളൂ. നിങ്ങൾക്കൊരു പക്ഷേ അതിൽ പുതുമയുണ്ടാകാം, ഇല്ലാതിരിക്കാം. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന പാചകക്കുറിപ്പ് സാധാരണയായിട്ട് വളരെ പെട്ടെന്നും ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക. പ്രത്യേകിച്ച് ഈ പയറൊക്കെ നടും. ഇപ്പോഴേ ഈ പയറൊക്കെ നട്ടിട്ട് മുളച്ച് വന്നിങ്ങനെ കൊടി നീട്ടുമെന്ന് പറയും. കൊടി നീട്ടുക എന്ന് പറഞ്ഞാൽ പയറിൻ്റെ വള്ളി ഇങ്ങനെ പടർന്നു കുതിരുക. അതോടൊപ്പം അതിനിടയ്ക്ക് ഓരോ വെണ്ടയുടെ വിത്ത് കൂടി ഇടാറുണ്ട്. ആ വെണ്ടയും മുളച്ച് ഈ പയറിനേക്കാൾ മുൻപേ പെട്ടെന്ന് അങ്ങോട്ട് വലുതാവും. പയറിന് ധാരാളം ഇലയും പൂവും ഒക്കെ വന്ന് പൂവും കായുമൊക്കെ ആയി പയറുണ്ടാകാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ നിലംപറ്റി വെണ്ട, അങ്ങനെ അതിൻ്റെ പേര് തന്നെ, ആ വെണ്ടയുടെ തന്നെ നിലംപറ്റി വെണ്ട എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ നിലത്ത് നിന്ന് ഒരു 1-1.5 അടി ഉയരെ എത്തുമ്പോഴത്തേക്കും പൂവിട്ട് വെണ്ടയ്ക്ക ഉണ്ടായി തുടങ്ങും. അതോ മുട്ടിന് വെണ്ടയ്ക്ക. ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്ന പച്ചക്കറി നല്ലത് തന്നെ. സാമ്പാർ വയ്ക്കാം, മെഴുക്കുരട്ടി വയ്ക്കാം, കിച്ചടി ഉണ്ടാക്കും. പിന്നെ വെണ്ടയ്ക്ക കൊണ്ട് എന്താ ചെയ്യണത്? തോരൻ പോലെയൊക്കെ വയ്ക്കും ചിലർ. കുരുകുരാരിഞ്ഞിട്ട് തേങ്ങയൊക്കെ ചതച്ചിട്ട് അങ്ങനെ ചെയ്യണ കാണാം. ഇത് കൂടാതെ പല വിധത്തിൽ കുറച്ച് കഴിയുമ്പോൾ ഈ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടല്ലോ, ഒരു ദിവസം 2 ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു സുഖമില്ല, കുഴഞ്ഞു പോകും. ഞാൻ ഇന്ന് വെണ്ടയ്ക്ക തന്നെ, നമുക്ക് ധാരാളം വെണ്ടയ്ക്ക ഉണ്ടായിരിക്കുക, വലിയ പണച്ചെലവൊന്നുമില്ലാതെ പയറിനോടൊപ്പം നട്ട വെണ്ടമരത്തിൻ്റെ വെണ്ടയ്ക്ക അതുണ്ടാകുമ്പോൾ ധാരാളം ഉണ്ടാകും. ഒരുപാട് വലിയ വെണ്ടയ്ക്കല്ല, അത് ഇത്ര നീട്ടേ ഉണ്ടാവുള്ളൂ. ചിലത് ഇളം ചുവപ്പായിട്ട്, ചിലത് പച്ചയായിട്ട്. ആ വെണ്ടയ്ക്ക കുറച്ചൊക്കെ കിട്ടി. ഇത് കുറച്ചൊക്കെ ഞാൻ അടുത്ത ആർക്കെങ്കിലും കൊടുക്കും. എന്നിരുന്നാലും ഇന്ന് ഞാൻ വെണ്ടയ്ക്ക പ്രത്യേക തരത്തിൽ ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ ഈ മെഴുക്ക് പുരട്ടി മടുത്തു, സാമ്പാറിലാണെങ്കിൽ എത്ര ഇടും വെണ്ടയ്ക്ക? ഒരു 4-5, അതിൽ കൂടുതലിട്ടാൽ കൊള്ളാമോ? സുഖമില്ല. ഇതാണെങ്കിൽ തിളച്ച് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് വെന്ത് കുഴയുകയും ചെയ്യും. എല്ലാ ദിവസവും അതിങ്ങനെ മെഴുക്ക് പുരട്ടി ആയാലും ക്രിസ്പായിട്ട് ഇരുന്നൊന്നും വരില്ല. ഈ വെണ്ടയ്ക്ക ഒന്ന് ക്രിസ്പായി കിട്ടുവാണെങ്കിൽ, എന്ന് വെച്ചാൽ മുരിഞ്ഞ് കിട്ടുവാണെങ്കിൽ നല്ല സ്വാദാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിനൊന്ന് മുരിക്കാൻ എന്താ വഴി എന്ന് കരുതി ഞാൻ ഇവിടെ പ്രയോഗിക്കാറുള്ള ഒരു തന്ത്രം, ഒരു സൂത്രം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. വെണ്ടയ്ക്ക അങ്ങോട്ട് കഴുകി വരിയെടുക്കുക, ഞെട്ട് കളയുക, ഇപ്പുറം കളയുക. എന്നിട്ട് പതുക്കൻ അതിൽ നടുവേ അങ്ങോട്ട് കീറുക. എന്നിട്ട് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വലിപ്പത്തിൽ മുറിച്ചങ്ങോട്ട് ഇടുക. അപ്പോൾ ഇത്ര പോകുന്ന സാമ്പാറിനൊക്കെ ഇടണം, അത്ര പോകുന്ന കഷ്ണത്തെ നടുപ്പിളർന്നതായിട്ട് വരും. അങ്ങനെ അങ്ങോട്ട് മുറിച്ചിടുക. അതൊരു ചെറിയൊരു ബേസിനിലേക്ക് അങ്ങോട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് അതിന് ഏകദേശം വരുന്ന അത്ര അളവ് അല്പം ഉപ്പ്, പിന്നെ കുറച്ച് മൈദപ്പൊടി, കുറച്ച് കടലമാവിൻ്റെ പൊടി, കുറച്ച് അച്ചാർ പൊടി. എന്നിട്ട് കൈകൊണ്ട് തൊട്ടരുത്. കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു വഴുവഴുപ്പാണ്. കീറും കൂടെ ചെയ്തപ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ നമ്മൾ ആ പാത്രം കൊണ്ട് തന്നെ ഇങ്ങനെ മറിക്കുക. അതല്ലെങ്കിൽ ഒരു സ്പൂണ് കൊണ്ടോ അങ്ങനെ ഇതാക്കിയിട്ട് ഈ പൊടികൾ, മൈദപ്പൊടിയും കടലമാവിൻ്റെ പൊടിയും അച്ചാർ പൊടിയും ഒരു ലേശം ഉപ്പും അതിങ്ങനെ ഇതായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ, അത് തവ ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ തവയില്ലേ, ആ തവ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ. അപ്പോൾ ആ വെളിച്ചെണ്ണ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സ്ഥലത്ത് പരന്നാണ് കിടക്കുക ആ വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു കുടിലുകൊണ്ട് ഈ പുരട്ടിയ ഈ വെണ്ടക്ക കീറിയിട്ടുള്ള ഓരോ പീസ്, അല്ലെങ്കിൽ ഇങ്ങനെ നേരെ ഇങ്ങനെ കുടഞ്ഞ് അങ്ങോട്ട് ഇട്ടിട്ട്
പതുക്കെ പതുക്കെ അനക്കി നോൺ സ്റ്റിക്കിൻ്റെ അല്ല ചട്ട് കണ്ടല്ലോ, പ്രത്യേകതരം മരത്തിൻ്റെ ആ ചട്ട് കൊണ്ട് ഇങ്ങനെ ചെനക്കി ചെനക്കി ഒരു വശമായിട്ട് ഒരു വശത്ത് അടുപ്പിച്ചടുപ്പിച്ചായിട്ട് നിരത്തി അങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ ഇതുവരെ ആദ്യം ചൂടായി, എണ്ണ നല്ലോണം ചൂടായപ്പോഴാണ് നമ്മൾ വെച്ച് ഈ കഷ്ണം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എണ്ണ ചെറുതാക്കണം, തീനാളം ചെറുതാക്കണം ഗ്യാസിൻ്റെ. ചെറിയ തീയിൽ അടിവശത്ത് ഇങ്ങനെ എണ്ണയുമായിട്ട് വെളിച്ചെണ്ണയിൽ ഈ മൈദപ്പൊടിയും കടലപ്പൊടിയും അച്ചാർ പൊടിയിടവും മുളകും ഉപ്പും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ പൊടിച്ചിടുക. അത് ഞാൻ പറയാൻ പറഞ്ഞത്, കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ട് മുഴുവൻ ഇലയല്ല, അതിനെങ്ങനെ ഒന്ന് പിച്ചിയായിട്ട് അല്ല ചത്തി വെച്ചാൽ കൂടെ അരിഞ്ഞാലും മതി. കുറച്ച് പൊടിയായിട്ടുള്ള കറിവേപ്പില ഇതെല്ലാം കൂടി കൈകൊണ്ട് തൊടരുത് കേട്ടോ, തൊട്ട കുഴയിൽ കൂടും, അതുകൊണ്ടാണ് പറയണേ. ഇളക്കിയിട്ട് ചിക്കി ഇങ്ങനെ നിരത്തി അവിടെ വയ്ക്കുക, ഗ്യാസും സ്ലോ ആക്കി വയ്ക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ വേറെ വല്ല കാര്യങ്ങളൊക്കെ നോക്കി നടക്കാം. കുറച്ച് കഴിയുമ്പോൾ ചട്ട് കൊന്നെടുത്തിട്ട് ഇളക്കാൻ നിൽക്കല്ലേ, ഒരു കൊടിൽ ചപ്പാത്തിക്കൊക്കെ മറിച്ചിട്ടുള്ള കൊടിലില്ലേ, ആ കൊടിലെടുത്തിട്ട് പതുക്കനൊന്ന് വളരെ അടുത്തടുത്താണ് കിടക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പൊങ്ങി വരും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നല്ലത് ഓരോന്നും എടുത്ത് അങ്ങോട്ട് കമഴ്ത്തി വയ്ക്കുക, ഓരോ പീസ് എടുത്ത് കമഴ്ത്തി വയ്ക്കുക. അത് സാധിക്കും. അടിവശം നല്ലതുപോലെ ഒരുമാതിരി മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ എടുത്ത് അപ്പുറവും കമഴ്ത്തി വയ്ക്കുക. അപ്പോൾ വിട്ട് ഓരോരോ പീസ് പ്രത്യേകമായിട്ട് കിട്ടും. അതങ്ങനെ മറുവശവും അല്പം എണ്ണയൊക്കെ ഉണ്ടാകും ആ തവയിൽ. പിന്നെ ഇത്ര നേരം കിടന്നതുകൊണ്ട് കമിഴ്ന്നിരിക്കുമ്പോൾ ഇത്തിരി എണ്ണയൊക്കെ പതുക്കെ വന്ന് ആ വശവും മുരിഞ്ഞ് കിട്ടും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വേണ്ടു, വെളിച്ചെണ്ണ ഒരുപാടൊന്നും ഒഴിക്കണ്ട. ആ ഒഴിക്കുന്ന വെളിച്ചെണ്ണയിൽ ഇതിന് വേണ്ടത് സാവകാശം കിടന്ന് മുരിയണം. മാത്രമല്ല അതങ്ങോട്ട് മുരിഞ്ഞു, രണ്ട് വശം മുരിഞ്ഞു കഴിഞ്ഞാൽ പതുക്കനെങ്ങനെ അനക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നത് പോലെ വിട്ട് പുറത്ത് കോരി എടുക്കുന്നത് പോലെ ഈ സാധനം നമുക്ക് കിട്ടും. എന്നിട്ട് അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് പതുക്കനെടുത്തിട്ടൊന്ന് കടിച്ച് തിന്നു നോക്കൂ. ഉപ്പേരി തിന്നണ പോലെ നല്ല മുരിഞ്ഞ് നല്ല സ്വാദ്. മൈദയുടെയും ആ കടലപ്പൊടിയുടെയും കടലമാവിൻ്റെയും അല്പം എരിവും കുറച്ച് കായവും ഇത്തിരി ഉപ്പും ഈ കറിവേപ്പിൻ്റെ ഇല മുരിഞ്ഞത് പറ്റി ചേർന്നിട്ടുള്ള അതിൻ്റെ ഒരു സ്വാദും എല്ലാം കൂടി നല്ലൊരു സ്വാദാണ്. വെണ്ടയ്ക്ക തന്നെ ഞാനിവിടെ ഇതിന് പറയാറുള്ളത് വെണ്ടയ്ക്ക പൊരിയൽ എന്നാണ്. വെണ്ടയ്ക്ക കൊണ്ട് ധാരാളം വെണ്ടയ്ക്ക നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അതേസമയം ഇത് വേറെ ഒരു തരത്തിലുള്ള വിഭവവുമാണ്. സാധാരണ പോലൊരു മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ ഒരു കിച്ചടിയോ ഒന്നും അല്ലാണ്ട് വെണ്ടയ്ക്ക കൊണ്ടുള്ള മറ്റൊരു വിഭവമാണ്. വെണ്ടയ്ക്ക പൊരിയൽ എന്നാണ് ഇതിനെ ഇവിടെ പറയാറുള്ളത്. അല്ലാതെ ഈ വിധത്തിലല്ലാതെ ഈ വെണ്ടയ്ക്ക നമുക്ക് മുരിഞ്ഞ് കിട്ടണമെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ വേണം. കായൊക്കെ വറക്കണ പോലെ വെണ്ടയ്ക്ക വറുത്ത് കോരി എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ എന്തുമാത്രം വെളിച്ചെണ്ണ വേണം. ഇതങ്ങനെയൊന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പരക്കാൻ മാത്രം എല്ലായിടത്തും. അതുമ്പോൾ ഇതിങ്ങനെ ഇരുന്ന് പതുക്കെ ഇരുന്ന് മുരിഞ്ഞായി വരുമ്പോൾ കമഴ്ത്തിയിട്ട് അങ്ങനെയും കിടന്നൊന്ന് മുരിഞ്ഞാവുക. ആ തവയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ ഉടനെ വിളമ്പണം, ഉടനെ അങ്ങോട്ട് കഴിക്കണം. ഇവിടെ ചിലപ്പോൾ പതിവുണ്ട് അങ്ങനെ ഒത്തിരി കൂടുതൽ വെണ്ടയ്ക്ക വരുമ്പോൾ സന്ധ്യ അമ്പലത്തിൽ ദീപാരാധന കഴിഞ്ഞതിന് ശേഷം അവിടെ ചായ. കാരണം കുട്ടികളൊക്കെ പോയിട്ട് അപ്പോഴാണ് വന്ന് കുളിച്ച് പോയി വരിക. അപ്പോൾ ചായ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പം അങ്ങോട്ട് കോരി എടുക്കുന്ന വഴിക്ക് ഞാനൊരു ബേസണിലെടുത്ത് ഇതവിടെ ഉമ്മർത്താൻ കൊണ്ടുവയ്ക്കും. ഒരു സ്പൂണ് കൊണ്ടുവയ്ക്കും. ഒരു സ്പൂൺ കൊണ്ട് അങ്ങോട്ട് എടുത്ത് 2-3 കഷ്ണം അങ്ങോട്ട് എടുത്ത് കയ്യിലേക്ക് എടുത്ത് ഓരോരുത്തരും ഒരുപാട് പ്ലേറ്റ് എടുക്കാനും കഴുകാനും ഒന്നും പിടിക്കാനും ഒന്നും ഞാൻ നിൽക്കാറില്ല. അങ്ങോട്ട് വയ്ക്കും വറുത്ത ടീപ്പോയിമേ. ഓരോരുത്തരും സ്പൂൺ കൊണ്ട് എടുക്കും 2-3 കഷ്ണം അങ്ങോട്ട് കഴിക്കും. അടുത്തൊരാൾ വന്നു 2-3 കഷ്ണം എടുത്തു കഴിച്ചു. അങ്ങനെ മീനിട്ട് വച്ച വെണ്ടയ്ക്ക പൊരിയൽ കൂട്ടി ചായ കുടിയാൻ നടക്കും. എനിക്ക് ഈ വെണ്ടയ്ക്ക ചിലവായി നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ, അത് നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെ അനുഭവിച്ചു എന്ന് പറയണത് അതൊരു സുഖമല്ലേ. തീർച്ചയായിട്ടും അതെ കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് വെണ്ടയ്ക്ക പൊരിയൽ.
ഞാൻ ഇന്നുണ്ടാക്കിയത് എനിക്കും എൻ്റെ ഭർത്താവും മാത്രമേ ഉച്ചയ്ക്ക് ഉണ്ണാനുണ്ടാവുള്ളൂ. മറ്റുള്ളവരൊക്കെ കാലത്തെ കൊണ്ടുപോയില്ലോ ഓരോന്നൊക്കെ ഉണ്ടാക്കി. കൂട്ടാനും മെഴുക്കുരുട്ടിയൊക്കെ വേറെ ആയിരുന്നു. ഇന്ന് ക്യാബേജ് തോരനും കുമ്പളങ്ങയും മാങ്ങയും കൂടെ മോരൊഴിച്ച് കൂട്ടാനൊക്കെ അതൊക്കെ കൊണ്ട് ചോറ് കൊണ്ടുപോകേണ്ടവരൊക്കെ പോയി. അതിന് ശേഷം ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനീ പറയണം ഒരു 5-8 വെണ്ടയ്ക്ക എടുത്തിട്ട് വെണ്ടയ്ക്ക പൊരിയലുണ്ടാക്കി. ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമല്ലേ വേണ്ടൂ. അതിപ്പോൾ നിങ്ങളിത് കാണിച്ചു തരാം. നോക്കൂ, വെണ്ടയ്ക്ക പൊരിയൽ. ഈ ഇരിക്കുന്നത് നടുവിലിരിക്കുന്നത് ഇത് ഓരോ കഷ്ണമായിട്ട് നമുക്ക് ഒറ്റപ്പെടുത്തി എടുക്കാം. ഇവിടെ ഇത്തവണ കിട്ടിയ പപ്പടം ഉണ്ടല്ലോ, ഇത്തിരി കുട്ടി പപ്പട, സാധാരണ പോലെ വലുപ്പമില്ല. കുട്ടി പപ്പടമാണെങ്കിൽ എന്താ നല്ല സ്വാദുണ്ട് കേട്ടോ പപ്പടത്തിന്. ആ പപ്പടം കാച്ചിയത് ഒരു 4 എണ്ണം ഒരു അലങ്കാരത്തിന് വെച്ചു. എനിക്കിതുണ്ടൊക്കെയല്ലേ ഉള്ളൂ അലങ്കാരപ്പണികൾ. അപ്പോൾ ഈ വെണ്ടയ്ക്ക പൊരിയൽ ഞാൻ ഈ പറഞ്ഞ വിധത്തിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ തോന്നൽ. ഉള്ളി ഇഷ്ടമുള്ളവർക്ക് ഈ കറിവേപ്പിൻ്റെ ഇല ഇടുന്നതിൻ്റെ കൂടെ പൊടിയായി അരിഞ്ഞ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവോളയോ അതുകൂടി ചേർക്കാം. അപ്പോൾ ഇതിങ്ങനെ മറിച്ച് ഇടുമ്പോൾ ഓരോ കഷ്ണം വെക്കണതിൻ്റെ കൂടെ ആ ഉള്ളി കൂടി ഉണ്ടാകും. ഉള്ളി ഇങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് പ്രിയമില്ല എനിക്ക്. ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ വിഭവം വെണ്ടയ്ക്ക പൊരിയൽ. ഇതിലേ വരൂ. ഈ പാചകവിധി നിങ്ങൾ മറ്റുള്ളവരോട് പറയൂ, പങ്കുവയ്ക്കൂ. ഒരു 4 വെണ്ടയ്ക്ക കിട്ടിയാൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ. നിങ്ങൾ ഇനി വെണ്ടയ്ക്ക കയ്യിൽ വരുന്ന അവസരത്തിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. മെഴുക്കുപുരട്ടിയേക്കാൾ നിന്ന് വ്യത്യസ്തമായ ഒരു വിഭവം. ഇത് ഉണ്ടാക്കുക, അങ്ങോട്ട് കൂട്ടുക, അത്രേ പാടുള്ളൂ. ഇരുന്ന് തണുത്ത് പോയാൽ അത്രയ്ക്ക് അങ്ങോട്ട് സുഖാവില്ല. ചുടുക്കനെ എല്ലാ ഭക്ഷണവും അല്ലേ, ചൂടേ വേണ്ടേ കഴിക്കാൻ. ഇത് പ്രത്യേകിച്ച് ആ കരികരുന്നനെ മുരിഞ്ഞിട്ടുള്ള ആ ഒരു ടേസ്റ്റ് അത് ചുടുക്കനെ തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ പറയണേ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ ആഴ്ചയിലെ പാചകവിധിയിലേക്ക് ഞാൻ ഒരുക്കുന്ന വിഭവം വെണ്ടയ്ക്ക പൊരിയൽ. ഓക്കെ, ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ഇത് നമ്മുടെ ചാനൽ. ഈ ചാനലിൻ്റെ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ഇതൊന്നും വേണ്ടിയൊന്നുമല്ല. 50 വയസ്സായി. എനിക്കിനി എന്ത് പേര്, പ്രശസ്തി, എന്തിനാ സാമ്പത്തികം ഒന്നും വേണ്ട. ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് സൗഖ്യമായിട്ടിരുന്നാൽ മതി. ധർമ്മങ്ങളൊന്നും ഉണ്ടാവാഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ പ്രാർത്ഥന. എൻ്റെ ഗുരുവായൂരപ്പ, അത്രേ ഉള്ളൂ. കുട്ടികളെയൊന്നും കണ്ടാൽ മതിയായി. എൻ്റെ കണ്ണൻ, എൻ്റെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ അവരെയൊക്കെ ലാളിച്ച് താലോലിച്ച് വളർച്ച കണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതി, സന്തോഷമായിട്ടിരുന്നാൽ മതി. അതിൽ കഴിഞ്ഞ് മറ്റൊന്നും എനിക്ക് വേണ്ടെനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായുജ്യവും വേണ്ട കണ്ണ, ഒരു തരി പോലും കാൽച്ചോട്ടിൽ നിന്നും മാറാതിരിക്കുവാൻ കനിവു നൽകൂ. അപ്പോൾ ഈ ചാനൽ കാണും, വെണ്ടയ്ക്ക പൊരിയൽ നിങ്ങൾ ഉണ്ടാക്കൂ, അതൊന്ന് രുചിക്കൂ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂ. ഓക്കെ, എല്ലാവർക്കും നന്ദി.